പൂക്കുട്ടിന് അവിടെ ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കട്ടെ. രാവിലെ ഈ ജനൽ തുറന്നതു, അപ്പൊ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കല്ലേ പണി. ഞാമിക്കുട്ടി ഇതാ, ഞാമിക്കുട്ടി കൊച്ചുണ്ടേ, കൊച്ചുണ്ടേ. ബുബുക്കാക്കൊക്കെ നോക്കിയൊക്കെ പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് കാഴ്ച കാണില്ലേ ബുബു? ബുബു നമുക്ക് ഞാമിക്കുട്ടിനെ കുളിപ്പിക്കണ്ടേ? അല്ല പഠിച്ചോനെ. എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആദ്യമൊക്കെ ഓളെ 9 മണിക്ക് നീപ്പിച്ച് കുളിപ്പിക്കലായിരുന്നു കേട്ടോ, ഒരു 2 മാസം 3 മാസം വരെ കേട്ടോ. ഇപ്പൊ അവൾക്ക് 5 മാസം തികഞ്ഞു കേട്ടോ. ഇപ്പൊ ഓൾ എപ്പോഴാ നീക്കണിച്ച് അപ്പോഴാ കുളിപ്പിക്കാം. ചിലപ്പോ 10 മണി, ചിലപ്പോ 11 മണി, ചിലപ്പോ 12 മണി. ഇപ്പൊ എന്തായാലും കുളിക്കാനായിട്ട് തിരക്കയക്കുന്നു കേട്ടോ ആൾക്ക് അല്ലേ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫാൻ ഓഫ് ആക്കിക്കാം. ഫാനിലാണ് അവളെ ജീവിക്കുക. ഫാനോ എ സിയോ ഇക്ക സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നോട് വീഡിയോ എടുക്കുന്നോണ്ടിരിക്കുവാണ്. വീഡിയോ എടുക്കുന്ന തകൃത്യ ഓനുണ്ട് വീഡിയോ അല്ലേ. അപ്പൊ അങ്ങോട്ട് വരട്ടെ പൊന്നെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കാറുള്ള ഒരു വീഡിയോ ആണ്. യാമിക്കുട്ടിയുടെ ഓരോ സംശയങ്ങളുണ്ടാവും. യാമിക്കുട്ടി തടി വെക്കാൻ എന്താ കഴിച്ച്, യാമിക്കുട്ടിക്ക് ഫോർമുല മിൽക്കാണോ കൊടുക്കണേ, യാമിക്കുട്ടിയുടെ ഡയപ്പർ എന്താ കാട്ടല്, ഡയപ്പർ തന്നെയാണോ യൂസ് ചെയ്യല്, ബാത്ത് ടബ് വാങ്ങിച്ചോ, ബാത്ത് ടബ് എങ്ങനെയുണ്ട്, യാമിക്കുട്ടി കരയോ ചിരിക്കോ, അങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാമിക്കുട്ടിയുടെ മോർണിംഗ് റൊട്ടീൻ അല്ലേ. യാമിക്കുട്ടി പോവാ മോർണിംഗ് റൊട്ടീന്. ഇട്ടാ മായ മുൻപന്തിയില് ഇക്കവിടെ ഹാൻഡ് വാഷ് നടക്കുകയാണ്. ഞാനിവിടെ ഓർക്കുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഇവിടെ വിരിച്ച് വെക്കലാണ്. എന്നിട്ടാണ് അവളെ വിളിക്കാൻ പോവുക. എന്താണ് ചോദിക്കലുണ്ട്. ഞങ്ങൾ പോപ്പീസിന്ന് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. എത്ര 300-400 കണ്ടല്ലേ റേറ്റ്. നമ്മൾ ആദ്യം തലയിലാണ് എണ്ണ തേച്ച് തുടങ്ങും കേട്ടോ. തലമറന്ന് എണ്ണ തേക്കരുത് നല്ല പറയാം. അതൊന്നല്ല കേട്ടോ, അത് വേറെ. എനിക്ക് സാധാരണ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. വേറെ നമ്മുടെ ജെല്ലിസോയിലാണ് കേട്ടോ, വെച്ചിട്ടാക്കണ ഓയിലാണ്. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ചോദിക്കും. ഇത് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കട്ടെ. ഞങ്ങൾ വീട്ടിൽ പ്രസവിച്ച കുട്ടികൾക്കും ഞങ്ങൾ എല്ലാവരും ഇതാണ് കേട്ടോ തേക്കാറ് ജെല്ലീസ് ഓയില്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുകയെന്ന് ചോദിക്കലുണ്ട്. ഞാൻ ഉമ്മച്ചിൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താലും മെസ്സേജ് യാമിക്കുട്ടിക്ക് എണ്ണ തേക്കാനും തിരക്കായിട്ടോ. അപ്പോൾ ഉമ്മച്ചിൻ്റെ നമ്പർ നമ്മുടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്ത് യാമിക്കുട്ടിയുടെ മുഖത്ത് ഇതാ എണ്ണ ഇങ്ങനെ തേച്ചെടുക്കും. ഇങ്ങനെ ഇപ്പൊ കവിളൊക്കെ നല്ല തുടുക്കാൻ വേണ്ടിയിട്ടും നെറ്റൊക്കെ ഇങ്ങനെ അമരാൻ വേണ്ടിയിട്ടും മൂക്കൊക്കെ സൂപ്പർ ആവാനും ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. വീഡിയോ എടുക്കുക കാരണം കേട്ടോ പാമ്പേഴ്സൊക്കെ ഇട്ടിക്കണേ, അല്ലെങ്കിൽ പാമ്പേഴ്സൊക്കെ അഴിച്ചേക്കും. ഈ വീഡിയോ എടുക്കാത്ത സമയത്ത് പാമ്പേഴ്സൊക്കെ അഴിച്ചിട്ട് ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോക്ക് വേണ്ടിയിട്ട് ഇന്ന് പാമ്പേഴ്സ് ഇട്ടിട്ട് മാത്രമല്ല തേക്കുന്നത്. ഒരു 10 മിനിറ്റുകളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എണ്ണ തേച്ച് കിടത്തുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കും. ഇപ്പം കുളിക്കാനുള്ള വെള്ളത്തിൽ സെറ്റപ്പാക്കി വെക്കുക. ഇടയ്ക്കിടക്കിട്ടാ വന്നിട്ട് പാമ്പേഴ്സൊക്കെ മാറ്റി തുണിയൊക്കെ എടുത്തിട്ട് ഇന്നിപ്പോൾ എൻ്റെ മേത്ത് എണ്ണാവണമെന്ന് ഞാൻ നോക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടൊക്കെ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊരു മാക്സി ഉണ്ടാവില്ല, കുളി മാക്സി അല്ലേ യാമിക്കുട്ടി. ഈ കൊച്ചമ്പം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് യാമിക്കുട്ടിക്ക്. ഞാൻ കുളിപ്പിക്കട്ടെ. എല്ലാവരും നോക്കി ചെറിയ ഇന്നിപ്പോൾ ഇവിടെ ഷെഫ് മോണില്ല കേട്ടോ. ഓൻ പട്ടാമ്പി കുളിക്കാണെന്നല്ലേ അല്ലേ കാക്ക. ഓൻ്റെ 90 കഴിഞ്ഞവർ എന്നെ കുളിപ്പിച്ചിരുന്നു കേട്ടോ. പിന്നെ ഓനക്ക് എക്സാം കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇടയ്ക്കൊക്കെ ഓൻ കുളിപ്പിക്കുള്ളൂ. പിന്നെ ഞാനും കുളിപ്പിക്കാനായി. പിന്നെ ഞങ്ങൾ ബാത്ത് ടബ് മേടിച്ചല്ലോ. ബാത്ത് ടബ് നല്ല സുഖമായിട്ട് എത്ര വയസ്സ് വരെ അതാവും നല്ല. ഇപ്പൊക്കെ നല്ല സുഖമാട്ടോ. പിന്നെ കുട്ടികൾക്ക് വെള്ളം നിറച്ച് കളിക്കാനും ഒക്കെ രസമാണ്. ഇതിന് 1000 എത്രയോ ആണ് കേട്ടോ. ഇത് മേടിച്ചുകൊണ്ടിനൊക്കെ തീരെ കംഫർട്ടായിട്ട് തോന്നില്ല. എല്ലാവരും പറഞ്ഞു ഇത് മേടിച്ചാൽ നല്ല സുഖമാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ എന്തൊക്കെയോ ഒരു സുഖം കിട്ടുന്നില്ല, കംഫർട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ അതിൽ ഈ ഒരു ബാക്കിലത്തെ ഈ സാധനം ഒരു റൗണ്ട് ചുറ്റിയിട്ടാണ് ഇതിന് അങ്ങനെ പിടിപ്പിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഈ സ്പോഞ്ചിന്റെ ഉള്ളില്
ഒരു മണിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കിടക്കാനും നല്ല സുഖമാണ്. നല്ല സുഖമായിട്ട് കിടക്കുന്ന യാമിക്കുട്ടി തലയിൽ കയ്യൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ യാമിക്കുട്ടി കുളിക്കണ കാണാൻ ഇതാ കാക്കകളുണ്ട്, മേലെ ബൂബുണ്ട്. ബൂബുക്കുട്ടനുണ്ട് മോളിന്ന് നോക്കണില്ല. ബൂബു യാമിക്കുട്ടി കുളിക്കാണ്. കാക്കകളുണ്ട്. അങ്ങനെ പ്രകൃതി സുന്ദരമായ കുളിയാണല്ലേ യാമിക്കുട്ടി. മേല് കുളിക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം, തലയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളമാണ്. ഇതിനുള്ള സോപ്പ് ഇത് മേടിച്ചിരുന്നു കേട്ടോ. ഇത് ഫോമാണ്, സെബാമെഡിൻ്റെ ഫോമായിട്ട്. ഇത് പതയൊക്കെ ആയിട്ട് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നല്ല പത വരും. പത തേക്കാൻ സുഖമാണ്, പിന്നെ വേഗം പത പോവുകയും ചെയ്യും കേട്ടോ. നല്ല തന്നെയായിരുന്നു. പിന്നെ ഇത്ര 940 രൂപ ഉണ്ട്, 1.5 മാസത്തോളം. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമുക്ക് തേക്കുന്നത് മാമാർക്കിൻ്റെ ഈ ഒരു സോപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നെബിലോട്ടി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ആ സോപ്പാണ് ഇപ്പം തേക്കുന്നത്. പ്രസവിച്ച ഉടനെ ലല്ലബീന്ന് ഒരു സോപ്പ് തന്നെയാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കല്ല, ഒരു യെല്ലോ കളർ സോപ്പാണ്. കുട്ടികൾക്കുള്ളതാണ്, ആയുർവേദിക് ആണെന്നൊക്കെ പറഞ്ഞു. യാമിമോൾക്ക് ഏത് സോപ്പാ തേക്കുന്നതൊക്കെ ചോദിക്കലുണ്ട്. അതുകൊണ്ടൊക്കെ പറയുന്നത്. എന്തായാലും യാമിക്കുട്ടി ഇപ്പോൾ 3 സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ. മഴ വരുന്നുണ്ട് യാമിക്കുട്ടിയെ, മഴ വരുന്നുണ്ട്. നമുക്ക് വേഗം കുളിച്ചിട്ട് പോവാം. ഇപ്പോൾ വീടുള്ള കാരണം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ കെട്ടിയിരിക്കണേ. അല്ലെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് കാര്യം കുളിപ്പിക്കുക. ഇനി തലം കൂടി നനച്ചിട്ട് തലയിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടാക്കുന്നു. തത്ത വെള്ളമായാലും ചൂടുവെള്ളമായാലും യാമിക്കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. കുട്ടികൾക്ക് നല്ല ഉറപ്പൊക്കെ കിട്ടാൻ തലയിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുറേ നേരം തണുത്ത വെള്ളം ഒഴിക്കാം. തല കഴുകിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പിന്നാമ്പുറം കഴുകുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ പിന്നാമ്പുറം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ തന്നെ കിടത്തില്ല. അപ്പം അങ്ങനെയാണ് കുളിപ്പിക്കുന്ന റൊട്ടീൻ എൻ്റെ കേട്ടോ. തല നന്നായിട്ട് ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ കുട്ടികളെ ചെവിക്ക് വെള്ളമാകാൻ പറ്റുള്ളൂ. അപ്പം ചെവി ഇങ്ങനെ പൊത്തി പിടിക്കേണ്ട ചെയ്യുക. പിന്നെ തലേത്തെ നെറൂത്ത വെള്ളം ഒന്നും ഇങ്ങനെ ഉണക്കി കൊടുക്കും. പിന്നെയാണ് ബാക്കി കുളി. നെറൂല് ഇങ്ങനെ വെള്ളം എടുക്കാൻ പറ്റില്ല അറിയില്ല. ഇങ്ങനെ പിടിച്ചിട്ട് പുറം കഴുകി കൊടുക്കാട്ടോ ചെയ്യാൻ മേടിച്ചപ്പോൾ. പുറത്തൊക്കെ ഇപ്പം എങ്ങനെ കുളിപ്പിക്കുക എന്നൊക്കെ ഡൗട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും ഉണ്ടാവില്ല ഡൗട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ആദ്യം മേല് കഴുകും, പിന്നെ തല കഴുകും, പിന്നെ മുഖം കഴുകും, പിന്നെ ഈ പുറം കഴുകിയാൽ കുളി കഴിഞ്ഞു. ഇനി എന്തായാലും കുളി കഴിഞ്ഞിട്ട് കാണിച്ചേർത്തുന്നുള്ള വൃത്തിയിൽ ഞാൻ ശരിക്കും ഒന്നും കൂടി ഇങ്ങോട്ട് കുളിപ്പിക്കട്ട് ഉളപ്പിങ്ങനെ കഴിച്ചു. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ കുപ്പായൊക്കെ മാറ്റണം, മരുന്ന് കുടിക്കണം അല്ലേ. അപ്പോൾ രാവിലെ നീറ്റോടെ തന്നെ നമ്മൾ ജനലൊക്കെ തുറന്നിടലുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ശുദ്ധവായൊക്കെ ആയിട്ടുണ്ടാവും. ഇനി തുറന്നിട്ടാൽ യാമിക്കുട്ടീനെ ജനലിൻ്റെ ഉള്ളിൽ കൂടി ആരെങ്കിലും കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പറയാം, കുട്ടീനെ ആരെങ്കിലും കൊണ്ടുപോകും എന്ന് പറയും. അവൾക്ക് ഉറക്കം വന്ന് ഇടങ്ങാറായിക്കണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞങ്ങൾ മേലൊക്കെ തുടച്ച് വൃത്തിയാക്കി പാമ്പേഴ്സൊക്കെ ഇട്ടിട്ടൊന്ന് പാലൊക്കെ കുടിച്ചു അല്ലേ യാമിക്കുട്ടി. നീ ബാക്കി പരിപാടികൾ നോക്കാം. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഈ ബെഡ്ഷീറ്റൊക്കെ ഇക്ക വിരിച്ചേക്കൂട്ടോ. ഞാൻ കുളിപ്പിക്കുകയാണെങ്കിൽ ഇക്ക വിരിക്കും, ഇക്ക കുളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിരിക്കും. ഷെഫ്ക്കുട്ടനെ കുളിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ആരെയും വിരിച്ചിടും. ഞങ്ങൾ കുളിച്ച് വരുമ്പോഴത്തേനും എന്തായാലും ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കിയേക്കും അല്ലേ. അപ്പോൾ ഈ ടർക്കികൾ എന്തിനാ അങ്ങനെ കുറേ ടർക്കികൾ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടോ ഞാൻ മടക്കി വെച്ചിരുന്ന സമയത്ത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മോൾക്കായിട്ടുള്ള ബെഡ്ഷീറ്റായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. നേരിട്ടിട്ട് നമ്മളെ ബെഡ്ഷീറ്റേക്ക് കിടത്തലില്ല. സെബാമെഡിൻ്റെ റാഷസ് ക്രീമാണ് കേട്ടോ അവൾക്ക് യൂസ് ചെയ്യുന്നത്. പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിത് തേച്ച് കൊടുക്കും. എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അവൾക്ക് ഇതുവരെ പാമ്പേഴ്സ് തന്നെ യൂസ് ചെയ്തു. പക്ഷേ ഒരു ചുവന്ന കളറോ കുരുക്കളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത് തേച്ചതുകൊണ്ടല്ല, ഇത് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തേക്കാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇത് തേക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുമ്പും ഇപ്പോഴും ഒന്നും മോൾക്ക് പാമ്പേഴ്സ് ഇട്ട് വെച്ചിട്ട് ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ സെബാമെഡിൻ്റെ തന്നെയാണ് കേട്ടോ പൗഡറും. പൗഡറൊന്നും അങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ജോൺസന്റെ പൗഡറൊക്കെ നല്ല സ്മെല്ലാണല്ലോ അതിനൊക്കെ ഉണ്ടായിരുന്നതില്ലേ. അതിനാണ് ആ കുട്ടികളെ ഒരു സ്മെല്ല്. ഇപ്പോൾ എല്ലാവരും ഇതാണ് തേച്ച് കൊടുക്കുന്നത്. എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ പഠിച്ചു. അപ്പോൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികളെ മൂക്കിലേക്കൊക്കെ പൊടി ചെറിയ പൊടികളൊക്കെ ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പൗഡർ തേച്ച് കൊടുക്കരുത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കുട്ടി സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൈമിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ 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 പതുക്കെ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കും അല്ലേ യാമിക്കുട്ടി. ഷൂ 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 പറഞ്ഞിട്ട് ഷൂ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ യാമിക്കുട്ടിക്ക് ഇതാ അങ്ങനെ കുഞ്ഞു ചിപ്പ് കൊണ്ട് പതുക്കെ ഇങ്ങനെ ചീവി കൊടുക്കും കുളി കഴിഞ്ഞാൽ അല്ലേ. പിന്നെ കുളി കഴിഞ്ഞ് വന്ന ഉടനെയാണ് ഈ മരുന്ന് കൊടുക്കൽ കേട്ടോ. ഇത് 1 വർഷം കൊടുക്കേണ്ട മരുന്ന്, അതുപോലെ 3 മാസം കൊടുക്കേണ്ട ഒരു മരുന്ന് തരും. അപ്പോൾ ആ 3 മാസത്തെ മരുന്ന് ഒരു 2 മാസമൊക്കെ ചെക്കപ്പിന് പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു അത്യാവശ്യം തടിയൊക്കെ ആയി,
ഇനിയിപ്പോൾ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം എല്ലാവരും ഇൻസ്റ്റയിലും മെയിലായിട്ടും വാട്സപ്പിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, താത്ത ആ തടി വെക്കാനുള്ള മരുന്ന്. അപ്പോൾ തടി വെക്കാനുള്ളതാണോ എന്താണെന്ന് അറിയില്ല. ഡോക്ടർ പറഞ്ഞു അപ്പോൾ കുട്ടി അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്, ആ മരുന്ന് നിർത്തിക്കോന്ന് പറഞ്ഞു. അതൊക്കെ എല്ലാ ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു മരുന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ, 3 മാസത്തിലുള്ള മരുന്ന്. അപ്പോൾ അത് ഒരുപാട് പേര് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു. ഈ ഒരു മരുന്നാണ് കേട്ടോ അത് ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പല കമ്പനിയുടെ ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു 2-3 കമ്പനി മാറിയിട്ടാണ്. ഇതും ഇപ്പോൾ അതെ വേറെ ഏതോ ഒരു കമ്പനി. ഞങ്ങൾ ആദ്യം മേടിച്ചിരുന്നത് വേറെ ഏതോ ഒരു ബോട്ടിലായിരുന്നു കേട്ടോ. പക്ഷെ മരുന്നൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും ഇൻഗ്രീഡിയൻസ്. യാമിക്കുട്ട മരുന്ന്. അപ്പം മരുന്ന് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൊടുക്കണം പറയട്ടോ. ഞാൻ പതുക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് കടത്തിയിട്ട് തന്നെ ഉണ്ട് കൊടുക്കാറ്. കാരണം എനിക്ക് അങ്ങനെ കംഫർട്ടായിട്ട് തോന്നിക്കുന്നു. ഓൾക്ക് മരുന്ന് കുടിക്കണ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓൾ നല്ല ഹാപ്പി ആയിട്ട് കുടിക്കും. അപ്പോൾ കരഞ്ഞ് ബഹളം വെച്ച് എന്ത് കാട്ടണ്, എന്ത് കാട്ട ഹാപ്പി ആയിട്ട് കുടിക്കുമ്പോൾ ഇപ്പോൾ ഓവറാക്കി കാണിച്ചെടുക്കുക അല്ലേ? ഓരോ സാധനങ്ങളൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങിക്കിട്ടോ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂളുന്നത്. പിന്നെ മരുന്ന് മൂടിയൊക്കെ ഒന്നും വേണ്ടേ? ചി അതൊന്നും തിന്നാൻ പറ്റൂല പൊന്നെ. നമ്മൾ എടുത്തു വെക്കട്ടെ കേട്ടോ, കഴുകിയിട്ട് നമുക്ക് ഉപ്പായിട്ട് തരട്ടാ. കുട്ടികൾ തടിയില്ല അങ്ങനെയൊന്നും വിചാരിച്ചൊന്നും വിഷമിക്കണ്ട കേട്ടോ. കുട്ടികൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു, അല്ല മെസ്സേജും അയച്ചിരുന്നു, കുട്ടി തീരെ തടിയില്ല അങ്ങനെയൊക്കെ കേട്ടോ. യാമിക്കുട്ടിനെ പ്രസവിച്ചപ്പോൾ കുറച്ച് നല്ല തടിയും നിറവും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ ശുഷ്കിച്ച് കളറും തടിയൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു 90 ആവാൻ നേരത്തേക്കാണ് ഓളൊന്നും ഇങ്ങനെ ഉഷാറായി വന്നത്. ആ ഒരു ടൈമിൽ 90 വരെയുള്ള ആ കുട്ടികളുടെ ആ ഒരു ചില കുട്ടികളൊക്കെ അങ്ങനെ ശുഷ്കിച്ചും കൊണ്ട് തന്നെ കാര്യം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ ഇപ്പോൾ കുട്ടി ഇങ്ങനെ അങ്ങനെ വിചാരിക്കണം. ഒക്കെ ഒരു സമയം അങ്ങനെ ശരിയായിക്കോളും. അസുഖങ്ങളൊന്നുമില്ല ഞാൻ മതി. ഇനിയിപ്പോൾ അടുത്തത് കുപ്പായ ഡീക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഇതൊക്കെ അവളെ കുളിപ്പിച്ച് കൊടുന്ന് ഒരുക്കി അവൾക്ക് കുപ്പായ ഇട്ട് കൊടുക്കുന്നതും കുപ്പായം തിരഞ്ഞു നോക്കണതും ഏതായിട്ട് നോക്കുന്നതും അതൊക്കെ എനിക്ക് ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈം. യാമിക്കുട്ടിക്ക് ഇന്ന് കൺഫ്യൂഷനൊന്നുമില്ല. എനിക്ക് ഇന്ന് ഞാൻ എൻ്റെ പോലത്തെ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ യാമിക്കുട്ടി കമ്മളിന്ന് വീഴും കേട്ടോ. നീ കുപ്പായിട്ട് കാണാല്ലേ? ഇപ്പൊ ഇതാ യാമിക്കുട്ടി ഒരുങ്ങി. ഇതാ യാമിക്കുട്ടി ഒരുങ്ങി സുന്ദരിക്കുട്ടി അയക്കണല്ലോ. ഇതാ യാമിക്കുട്ടി ഒരുങ്ങി സുന്ദരിക്കുട്ടി അയക്കുന്ന പറഞ്ഞ ഇതാ നോക്കി യാമിക്കുട്ടി പിരിയാൻ തുടങ്ങിയിരിക്കുന്നു. ഓൾക്ക് ഉറങ്ങാൻ സമയം അയക്കണേ. കുപ്പായൊക്കെ കാണിച്ചെടുത്താ യാമിക്കുട്ടിയുടെ അമ്മൻ്റെ അതേപോലത്തെ കുപ്പായാണല്ലേ ഇട്ടിക്കണത് യാമിക്കുട്ടി. ഇതിപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വ്ളോഗൊക്കെ ഉള്ളത് കേട്ടോ അല്ലേ? ഞാൻ ഉറങ്ങി നീച്ചാൽ നമ്മൾ അപ്പോൾ യാമിക്കുട്ടിക്ക് ഉറങ്ങാനൊരു തിരക്കയക്കണം കേട്ടോ, തിരക്ക്. അപ്പോൾ നമ്മൾ പാലൊക്കെ കൊടുത്തിട്ട് വേഗം ഉറക്കട്ടെ. അപ്പോൾ ഉറങ്ങി നീച്ചിട്ട് കാണാം കേട്ടോ. ഈ തൊട്ടി എവിടെയാണ് ചോദിക്കലിട്ടോ. അമ്മാൻ ഡിസൈൻ എന്നിട്ട് എൻ്റെ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്നാലും എപ്പോഴും ചോദിക്കും തൊട്ടിയാണ്. നല്ല തൊട്ടിയാണ് കേട്ടോ. കൊണ്ടോട്ടിയിലുള്ള സബ്സ്ക്രൈബർ കൂട്ടുകാർ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് അവരുടെ കുടുംബത്തിലൊരു കുട്ടിയുണ്ട് അപ്പോൾ അവർക്ക് അമ്മാൻ ഡിസൈൻസ് എന്നിട്ടൊരിതുണ്ട്. പറ്റണി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്ര കേട്ടോ. ഇനി പാല് കുടിക്കുന്ന കേട്ടോ ചെയ്യാൻ ഇല്ല. കുറേ ആൾക്കാർ പിന്നെ ഒരു ഡോട്ട് ചോദിക്കാനുള്ളതാണോ അവൾക്ക് ഫോർമുല മിൽക്കാണോ കൊടുക്കണതെന്ന് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ 40ൻ്റെ വീഡിയോയിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാകുമ്പോൾ പ്രസവിച്ച ഉടനെ പാലുണ്ടാവില്ല കേട്ടോ. ഒരു 4 ദിവസമൊക്കെ ഞങ്ങൾ ഫോർമുല മിൽക്ക് അത് ഹോസ്പിറ്റലിൽ നിന്ന് സജസ്റ്റ് ചെയ്തതായിരുന്നു. നാനോ എന്തോ ഒരു പേര് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ആ ഒരു പൗഡറാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡോക്ടർമാർ പറയണ ആ ഒരു അളവിൽ അതോ അല്ലെങ്കിൽ ആ ബോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു അളവിൽ അത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് ഒരു കേടും ഉണ്ടായിട്ടില്ല. അത് കുടിച്ചിട്ട് വയറിളക്കോ പിന്നെ അല്ലെങ്കിൽ അത് കുടിച്ചു വെച്ചിട്ട് നമ്മളെ ഈ പാൽ ഇഷ്ടമില്ലായികയോ ഇത് കുടിച്ചു വെച്ചിട്ട് അത് ഇഷ്ടമില്ലായികയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പാലൊക്കെ വന്നു. അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല. പാല് വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു പൊടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു ആഴ്ചകളിൽ ഒരു 2 ആഴ്ചയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പൗഡർ അത് കുടിച്ചിട്ടാണോ അതോ പഠിച്ചവൻ്റെ വിധി കൊണ്ടാണോ എനിക്ക് പാലൊക്കെ ഉണ്ട് മാഷാള്ള. ഇതുവരെ അവൾക്ക് വേറെ ഒന്നും തിന്നാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ലല്ലബിയിലാവുമ്പോൾ ഒരു 1.5 മണിക്കൂറോളം കുടിക്കാൻ നമുക്ക് ആവശ്യം വരും. ഒഴിച്ചലും പിഴിച്ചലൊക്കെ ആയിട്ട് 1 മണിക്കൂറൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ചില സമയത്തോളം ഇതാക്കുമ്പോൾ ഇക്ക ഫോർമുല മിൽക്ക് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ 40ൻ്റെ അന്ന് എനിക്കിവിടെ സിബില്ലാത്ത ഡ്രസ്സ് ആയിരുന്നു. അപ്പോൾ നല്ല ചൂടുകാലമായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും മുമ്പ് വെച്ച് നമുക്ക് പാലെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം ഫോർമുല മിൽക്ക് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഫോർമുല മിൽക്ക് ഒന്നുമല്ല, സാധാ പാലിൻ്റെയാണ് അവൾ കുടിക്കുന്നത്.
ഇനിയിപ്പോൾ അടുത്തത് തുണികൾ തിരുമ്പലാട്ടോ. അവിടെ തുണികൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങളും ഞാൻ കല്ലുമ്മലാണ് തിരുമ്പലാണ് കേട്ടോ. വാഷിംഗ് മെഷീനിലാണ് ഇടലില്ല. വാഷിംഗ് മെഷീനിൽ കുറേ ഇട്ടുണ്ടാകുമ്പോൾ കേട്ടുവരും. പിന്നെ ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ അത് ഞാൻ ഇതിലിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇതൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കഷ്ണങ്ങളാണെങ്കിലും ഇങ്ങനത്തെ തുണികളാണെങ്കിലും പിന്നെ അന്നത്തെ പമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ ഇതിലാണ് ഇട്ട് വെക്കാട്ട് ചെയ്യുക. എന്നിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യുക. ഇട്ട പമ്പേഴ്സുകളൊക്കെ അപ്പം തന്നെ കഴുകിയിട്ട് ഇതാക്കാണ്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഡയപ്പർ ഡിസ്പോസ് ചെയ്യലെന്നുള്ളത് കേട്ടോ. മടക്കി വെക്കാനും പറ്റും, പിന്നെ സെപ്പറേറ്റ് ആക്കാനും പറ്റും. ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ സോപ്പൊക്കെ ഇട്ട് കഴുകും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ടൊന്നും ഇങ്ങനെ കഴുകി തൂക്കി കിട്ടും. നാളാകുമ്പത്തിനൊക്കെ ഉണങ്ങും. 3 പമ്പേഴ്സാണ് കേട്ടോ. മിക്കവാറും 3 പമ്പേഴ്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ ചിലപ്പോൾ 5, കൂടിപ്പോയി 5 കേട്ടോ. ഇതൊക്കെ മൂത്രം വെച്ചാൽ കേട്ടോ. അപ്പോഴത്തത് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ തന്നെ ക്ലീൻ ആക്കി വെക്കുക. ഇതൊക്കെ ഉണ്ട് അതിനുള്ള സാധനങ്ങൾ. അത്രയും പിന്നെ കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും മതി കേട്ടോ. ഞാൻ ഇതിന് ആക്കിയിട്ടൊന്നും ചെയ്യും. ഇതിനൊരു ബക്കറ്റ് ആക്കിയിട്ട് കേട്ടോ. ഇതുണ്ട് ഫുള്ള് വെള്ളമായിരിക്കും. ഇത് മരങ്ങൾക്കും ഇതിനൊക്കെ നല്ല വളമാണ് അത്ര കേട്ടോ. അപ്പോൾ ഇത് തെങ്ങിനോ എന്തിനേലൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യും. അപ്പോൾ ഞാനിത് ഇന്നലത്തെ അതിനകത്ത് ഇതൊക്കെ കൊണ്ടുപോയി ഒഴിച്ചിട്ട് വരട്ടെ. പമ്പേഴ്സ് നമ്മൾ നല്ല വെള്ളത്തിലിട്ടിട്ട് കുതിർക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ജെല്ലിയൊക്കെ നല്ല വീർത്തിട്ട് എല്ലാ ജെല്ലും നമുക്ക് കിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ഒന്നും അല്ല കേട്ടോ. അതൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും ചെയ്യുന്ന ഐഡിയ തന്നെയുള്ളതൊക്കെ. ഞാൻ നടുവുകൊണ്ട് കട്ട് ചെയ്യൊക്കെ ചെയ്യാം. എനിക്ക് ഇങ്ങനെ പാൻസ് ആയിട്ടുള്ള പമ്പേഴ്സ് ആയിട്ട് ഇഷ്ടം. മറ്റേ പമ്പേഴ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേ, നമ്മളിങ്ങനെ ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരിങ്ങനെ വളരുന്ന പ്രായമല്ലേ, അപ്പോൾ അതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇങ്ങനെ പാൻസാണ് ഇഷ്ടം. പിന്നെ കല്ലിപ്പിട്ട് കൊടുക്കും കേട്ടോ. കല്ലിപ്പാണ് കൂടുതൽ എഫക്റ്റീവാണ് എല്ലാവരും പറയാറ്. കല്ലിപ്പിട്ട് കൊടുക്കണേ. ഇതിൻ്റെ മുകളിൽ കൊടുക്കും. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട. അത് നാളെ ആകുമ്പോഴത്തേനും വെള്ളമായിട്ടുണ്ടാകും. അപ്പോൾ അതിനായിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് ഞാൻ ഇവിടുന്ന് കൊടുന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ ഈ തൊലി ഞാനും വേസ്റ്റ് ഒഴിക്കേണ്ടി കേട്ടോ. അപ്പോൾ നല്ല ചൂടാകുമ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ കത്തിക്കും ചെയ്യും. കച്ചറ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇത് കൊണ്ടുപോകില്ല. പമ്പേഴ്സിൻ്റെ തൊലി കൊണ്ടുപോകില്ല. അല്ലെങ്കിൽ പിന്നെ സുഖമായി കിട്ടച്ചാൽ മതി. ഞാൻ ഓൾറെഡി ഡ്രസ്സ് ഇതിൽ തന്നെ കേട്ടോ വാഷ് ചെയ്ത്. ഇവിടെ ഒരു ഷാമ്പു ഉണ്ടായിരുന്നു ഉപയോഗിക്കാത്ത. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരുമ്പടെ തന്നെ ലിക്വിഡ് തന്നെയാണ് ഓൾക്കും ഉപയോഗിച്ചത്. അനിയത്തികളൊക്കെ ഗ്ലൗസിൻ്റെ ആൾക്കാരാണല്ലോ. താത്തൻ്റെ ഗ്ലൗസ് ഇടാത്തതെന്ന് ചോദിച്ചു കേട്ടോ. എനിക്കതിങ്ങോട്ട് വെയ്ക്കൂല. എൻ്റെ അമ്മച്ചി ചീത്ത വറുപ്പിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പറയും കേട്ടോ. പക്ഷെ എനിക്ക് കയ്യിൽ കൊണ്ട് പണിയെടുത്താൽ എത്തൂല. എനിക്ക് കൈകൊണ്ട് ഇങ്ങോട്ട് ചെയ്യണം. കയ്യിൽ കേടഞ്ഞ് ശീലമാക്കണം. അപ്പോൾ കുറേ ഇങ്ങനെ തിരുമ്പുന്നത് കൊണ്ട് കയ്യൊക്കെ ആകെ കേട് നിൽക്കണം. പിന്നെ ഞാൻ വേഗം ഇതൊക്കെ കുത്തി തിരുമ്പിയെടുക്കട്ടെ കേട്ടോ. വീഡിയോയിൽ വരാൻ വേണ്ടിട്ടാണേ പറഞ്ഞു. ഒന്നുകൂടി സ്പീഡില്, ഒന്നുകൂടി സൗണ്ട്. ഞാനവിടെ തുണികളൊക്കെ മടക്കി കേട്ടോ. ഇതിൻ്റെ ഡ്രസ്സൊന്നും മാറ്റം വേണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഡ്രസ്സൊക്കെ നനയും കേട്ടോ. ഞാൻ പറഞ്ഞില്ല അതിനായിട്ടൊരു മാക്സി അങ്ങോട്ട് സെറ്റപ്പ് ആക്കി വെക്കല്ലേ. അതിനോടെ സാധനങ്ങളൊക്കെ അവിടെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കേട്ടോ. മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു ബോക്സുകൾ പല ടൈപ്പ്, വലിയ ക്വാളിറ്റി വലിയൊരു ഉറപ്പും ഒന്നും ഇല്ല കേട്ടോ. ഇത് ഞാനുള്ള ബോകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതിൻ്റെയൊക്കെ മുകളിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഓളെ കുഞ്ഞു ക്ലിപ്പ് വെച്ചിട്ടോ. ഇതിനുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഇതിലാണ് ഇട്ട് വെക്കലാണ് കേട്ടോ. അത് നമ്മൾ മേടിച്ചാലോ. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതിൽ ഉള്ളതായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഈ സമയത്ത് നല്ല യൂസാണ് ഇതൊക്കെ. ഇതിലുള്ള ഉള്ളിമരുന്നുകൾ പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഇട്ടത്.
പിന്നെ ഒരു പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓളെ എണ്ണൊക്കെ വെച്ചിട്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് എന്തെണ്ണ തേച്ചെടുക്കാന്ന് ഡൗട്ടുള്ളവർ എന്തായാലും ജെമ്മീസ് ഓയിൽ മേടിച്ചിട്ടോ, നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഈ തട്ടിൽ ഇതാ ഇങ്ങനെ ഓളുടെ ബെഡ്ഷീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചത് 6 5 ഞാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടോ, എത്ര റേറ്റിന്നൊക്കെ. അതാണ് ഇതിലൊക്കെ വെച്ചിട്ടുള്ളത്. അവളുടെ കുഞ്ഞു സോക്സുകളും കുഞ്ഞു ടവലുകളൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഇതിലോളുടെ പൗഡർ ഇങ്ങനെയുള്ള സാധനമൊക്കെ വെച്ചിട്ട്, പൗഡർ, ചീപ്പ്, കൺമെഷീൻ. ഇവിടെ പമ്പേഴ്സ് കവറിൽ വെക്കണം എല്ലാവരും നിർദ്ദേശിച്ച പ്രകാരം പമ്പേഴ്സ് കവറിലാണ്. പിന്നെ ഏറ്റവും അടിയിൽ നമ്മളെ തിരുമ്പാനുള്ള തുണിയിലിടുന്ന സ്ഥലം. പിന്നെ അതൊരു കുട്ടി ഗിഫ്റ്റ് തന്നാണ് കേട്ടോ, റുവായാമിന്ന് എഴുതിയിട്ട്. ഇത് അവിടെ കലണ്ടറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കലണ്ടർ ഇവിടെ വെക്കാൻ കാരണം ഇതിന്റെ അടിയിൽ ഇങ്ങനെ വൃത്തികേടുണ്ട്, അത് മറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യാമിക്കുട്ടി തിരക്ക് കൂട്ടുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഒട്ടും ചേർച്ചല്ല, അപ്പൊ അവിടെ ഞാൻ സെറ്റപ്പ് കണ്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരുവിധം എല്ലാ ഡൗട്ടുകളും ഇതിൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പൊ ഇതൊക്കെയാണ് യാമിക്കുട്ടിന്റെ മോർണിംഗ് റൊട്ടീനുകൾ. കുറേ നേരം ഉറങ്ങും കേട്ടോ, ചില ദിവസം പെട്ടെന്ന് എണീക്കും ചെയ്യും. ഇന്നിപ്പോൾ പെട്ടെന്ന് എണീറ്റിട്ടുണ്ട്. അപ്പം ഇനി അവൾക്ക് ഒന്നും കൂടി പാലൊക്കെ കൊടുത്ത് ഒന്നും കൂടി ഉറങ്ങുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ കളിച്ചിരിക്കും കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും പറഞ്ഞു. എൻ്റെ ചങ്ങാഴ്ചകളോടൊക്കെ ചങ്ങാഴ്ചകളോട് അത്ര ചങ്ങാഴ്ചകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ.